നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സയൻസ്. കേൾക്കണ്ടല്ലോ അല്ലെ? കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ സയൻസിന്റെ മീനിങ് ഇതാണ്, നിങ്ങൾ ആരോ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്, ടു നോ എന്നാണ്. അപ്പൊ ഫിസിക്സിന്റെ മീനിങ് എന്താ? സയൻസിന്റെ മീനിങ് ടു നോ എന്നാണ്. കെമിസ്ട്രിയുടെ മീനിങ് നിങ്ങൾക്ക് അറിയായിരിക്കും, കെം. കെം എന്താണ് അതിന്റെ മീനിങ്? കെമിസ്ട്രി. ഫിസിക്സിന്റെ മീനിങ് ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ആയിട്ടുള്ള വ്യത്യാസം പറയണം. ഏതാണ് കെമിസ്ട്രി ഫിസിക്സിന്റെ വ്യത്യാസം? എന്താണ്? നിങ്ങൾ കെമിസ്ട്രിയെ കുറിച്ച് എന്താ പറയാ? മദർന്നോ ഫാദർന്നോ പറയാ? മദർ ഓഫ് സയൻസ് എന്നോ അങ്ങനെയല്ല പറയാ കെമിസ്ട്രി? അങ്ങനെയല്ല പറയാ? കെമിസ്ട്രീനെ മദർ ഓഫ് സയൻസ് എന്നല്ലേ പറയാ? അതെ സർ, മദർ ഓഫ് സയൻസ്. മദർ കെമിസ്ട്രി ആണെങ്കിൽ ഫാദർ ആണ് ഫിസിക്സ് അല്ലേ? കാരണം ഇതിന്റെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് സയൻസ് ആണ്. സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. രണ്ടുപേര് നയന, സ്റ്റെനി, മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഫിസിക്സിന്റെ മീനിങ് ഇതാണ്, നേച്ചർ എന്നാണ് മീനിങ്. നേച്ചർ. ഓക്കെ. അപ്പൊ ഫിസിക്സ് എന്താ? ഫിസിക്സ് പഠിക്കാന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നേച്ചറിനെ കുറിച്ച് പഠിക്കാന്നാണ് അർത്ഥം. അപ്പൊ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? നേച്ചറിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് അല്ലേ? ഏതല്ലാത്ത നേച്ചറില്? നേച്ചർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ മനുഷ്യരും നേച്ചറിന്റെ ഒരു പാർട്ടാണ്. പിന്നെ എല്ലാം, ഈ യൂണിവേഴ്സിലുള്ള എല്ലാം നേച്ചറിൽ പെട്ടതാണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ എർത്തിനെ ചുറ്റും, എർത്തിലുള്ള നേച്ചർ മാത്രമല്ല, യൂണിവേഴ്സിലെ മൊത്തം സംഗതികള്. യൂണിവേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? പ്രപഞ്ചം, നമ്മുടെ സൺ, സോളാർ സിസ്റ്റം, പിന്നെ ഗാലക്സികള്, അങ്ങനെ അതിന്റെ ഇടയ്ക്കുള്ള മിൽക്കി വേ. നമ്മൾ മിൽക്കി വേ ഗാലക്സിയിലെ മെമ്പറാണ്. അതുപോലെ മില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. വേറെ ഒരുപാട് ഒബ്ജക്ട്സ് സ്പേസിലുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് അതിന്റെ ഇടയ്ക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. യൂണിവേഴ്സിന് ഒരുപാട് ഏജ് ആയി, പ്രായം, ടൈമായി. അപ്പൊ ഇതൊരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഏറ്റവും വലിയ സംഭവം, യൂണിവേഴ്സ്. അപ്പൊ അതിനെക്കുറിച്ച്, അതാണ് നമ്മുടെ നേച്ചർ. ഇപ്പൊ ഫിസിക്സിന്റെ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു സ്കെയില് ചോദിച്ചാൽ, ഏറ്റവും ചെറിയ ആറ്റംസ് തുടങ്ങി, ഏറ്റവും ചെറിയ ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ എലമെന്ററി പാർട്ടിക്കിൾസ് തുടങ്ങി, ഏറ്റവും വലിയ യൂണിവേഴ്സിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് വരെ, അതായത് ഗാലക്സീസ്, ക്ലസ്റ്റേഴ്സ്, അതുപോലെ എന്താ പറയാ, നോവ, സൂപ്പർ നോവ, ബ്ലാക്ക് ഹോൾസ്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഫിസിക്സിൽ. അല്ല, ഫിസിക്സിലല്ല, നേച്ചറിൽ. ഈ സ്കെയിൽ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഫ്രം ദ വെരി സ്മോൾ ടു ദ വെരി ബിഗ്. അപ്പൊ സത്യത്തില് ഫിസിക്സും കെമിസ്ട്രിയും വളരെ കണക്റ്റഡ് ആണ്. അത് അപ്പൊ ഏറ്റവും വലിയ സബ്ജക്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ആണ്. കാരണം അതിന്റെ സ്കെയില് അത്രയ്ക്ക് വലുതാണ്. ഈ ഫിസിക്സ് ഉള്ളിടത്തൊക്കെ കെമിസ്ട്രി ഉണ്ടാവും. സയൻസിന്റെ പ്രത്യേകത തന്നെ അത് മറ്റുള്ള സബ്ജക്ട് പോലെ ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ആർട്സ് പോലെയൊന്നുമല്ല, അല്ലെങ്കിൽ ഈ എന്താ പറയാ കോമേഴ്സ് പോലെയുള്ള വിഷയങ്ങളൊന്നുമല്ല സയൻസ്. നമുക്ക് പറയാം, കോവിഡ് കാലത്തൊക്കെ നമുക്ക് കോമേഴ്സ് ഒക്കെ നിന്നുപോയി, ബിസിനസ് ഒക്കെ നിന്നുപോയി. അപ്പൊ ആ ബിസിനസ് ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതുപോലെയുള്ള സബ്ജക്റ്റുകൾ എപ്പോഴാണ് എന്താ പറയാ ആവശ്യം വരെ എപ്പോഴാണ്? മനുഷ്യരൊക്കെ ജീവിക്കണ സമയത്താണ്. മനുഷ്യർ ജീവിച്ചില്ലെങ്കിൽ അവിടെ മറ്റുള്ള വിഷയങ്ങൾക്കൊന്നും ആവശ്യമില്ല. കൊമേഴ്സോ ആർട്സോ അല്ലെങ്കിൽ ഇപ്പൊ ഡാൻസ് കളിക്കണം, ആരും കാണാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡാൻസ് കളിക്കണേ?
അതുപോലെ ആർട്സ്, ലാംഗ്വേജസ് സംസാരിക്കുക, ഇതൊന്നും മനുഷ്യരുള്ള സൊസൈറ്റിയിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. നമുക്കറിയാം ഇത്ര നമ്മുടെ വലിയൊരു യൂണിവേഴ്സ് ആണ്. ഈ വലിയ യൂണിവേഴ്സിൽ നമ്മുടെ ഇപ്പോഴത്തെ അറിവ് പ്രകാരം ഈ തീരെ ചെറിയ എർത്തിൽ മാത്രമാണ് മനുഷ്യരുള്ളൂ. വളരെ ചെറിയ എർത്താണ് നമ്മുടെ, അല്ലെ? യൂണിവേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ എർത്ത് ഈസ് വെരി 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 സ്മോൾ, നെഗ്ലിജബിളി സ്മോൾ. അപ്പൊ നമുക്ക് ആ എർത്തിൽ മാത്രം വാലിഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് പലതും. പക്ഷെ നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അതൊക്കെ മനുഷ്യരില്ലെങ്കിലും അതിലെ ഫൈൻഡിങ്സ് ഒക്കെ വാലിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യരില്ലെങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ, യൂണിവേഴ്സ് മുഴുവൻ വാലിഡ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കെമിസ്ട്രി എന്താ പറയാ, കെമിക്കൽ റിയാക്ഷൻസ്, നിങ്ങൾക്കറിയാം ഓരോ സബ്ജക്റ്റ് എങ്ങനെയാണ് തിരിഞ്ഞു പോണേന്ന് അറിയാം. ഈവൻ മനുഷ്യര് നേച്ചറിന്റെ പാർട്ടാണെങ്കിലും മനുഷ്യൻ വളരെ വിശിഷ്ട ജീവിയായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി സെപ്പറേറ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ടോപ്പിക്ക് വേറെ തിരിഞ്ഞിട്ട്, അത് നേച്ചറിന്റെ ഭാഗമാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ബയോളജി, ബോട്ടണി, ചെടികളെ കുറിച്ചുള്ള ബോട്ടണി, അങ്ങനെയൊക്കെ തിരിഞ്ഞു പോണത്. അങ്ങനെയാണ് കെമിസ്ട്രി ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് പോണത് ഫിസിക്സിൽ നിന്ന്. ഓരോ ബ്രാഞ്ചസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോവാണ്. കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ അതിന്റെ തുടക്കം എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, സ്വർണം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ നിന്നൊക്കെയാണ് ഇത് തുടങ്ങിയത്. എങ്ങനെ ആർട്ടിഫിഷ്യലി സ്വർണം, ഗോൾഡ് ഒക്കെ ഉണ്ടാക്കാം, അങ്ങനെയുള്ള അറ്റംപ്റ്റിൽ നിന്നൊക്കെയാണ് കെമിസ്ട്രി തുടങ്ങിയത്. പണ്ട് രാജാക്കന്മാരുടെ കാലത്തൊക്കെ അന്ന് സ്വർണത്തിന് ഭയങ്കര ഡിമാൻഡ് അല്ലേ. അപ്പൊ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ഇങ്ങനെ ഫോം ചെയ്ത് സെപ്പറേറ്റ് ഓൺ വലിയൊരു ബ്രാഞ്ച് ആയിട്ട് മാറാണ്. അപ്പൊ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഫ്രം ദ വെരി സ്മോൾ ടു ദ വെരി ബിഗ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. ഇതിന്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ, സോറി ഞാൻ ക്യാമറ ഒന്ന് സ്വിച്ച് ചെയ്തിട്ട്, ഫ്രം വെരി സ്മോൾ ടു വെരി ബിഗ്. അവിടെ ഹ്യൂമൻ ബീയിങ്സ് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ വാലിഡ് ആണ്. സയൻസിലെ ഫൈൻഡിങ്സ് ഒക്കെ വാലിഡ് ആണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ പല ടീച്ചേഴ്സ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യണില്ല. സയൻസിൽ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാം. നമുക്കിനി ഈ ഫിസിക്സിലേക്ക് വരാം. ഫിസിക്സിലേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോ പഠിക്കാൻ പോകുന്നതാണ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അതെന്താണ് ആക്ച്വലി? മെക്കാനിക്സ് ഈസ് ദ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ യൂണിവേഴ്സ് ഇപ്പോഴത്തെ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? കാരണം നമ്മൾ ആറ്റത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ നമുക്കറിയാം ആറ്റത്തിന്റെ ഉള്ളിൽ എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണം, ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. ഓക്കെ, ശബ്ദം കുറവാന്ന് പറയുന്നുണ്ട്. നോട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ചിലപ്പോ നേരത്തെ മാറിപ്പോയിണ്ടോ അറിയില്ല. ഓക്കെ, നോട്ടെ. ഇപ്പൊ കേൾക്കാമോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ശബ്ദം കുറവാണെന്ന് ഒരാൾ പറഞ്ഞു. ആഷിക ക്ലിയർ ആണോ? ഓക്കെ. അത് ഇടയ്ക്ക് ഞാൻ നേരത്തെ ഗൂഗിൾ മീറ്റിൽ പോയതോടുകൂടി ആകെ പ്രശ്നമായത്. എന്റെ സെറ്റിങ്സ് ഒക്കെ മാറിപ്പോയി. ഞാൻ അത് എന്റെ മൈക്കും ഇതൊക്കെ ആക്സസ് ചെയ്യാൻ നോക്കാണ്. അതാണ് ഒരു കുഴപ്പം. ആക്സസ് ചെയ്തപ്പോ അത് അതിന്റെ സെറ്റിങ്സിലേക്ക് മാറ്റി. ഇപ്പൊ അത് സൂമിലേക്ക് വരുമ്പോ അത് അതിന്റെ സെറ്റിങ്സ് ഒക്കെ മാറിപ്പോയി. അതുകൊണ്ടാണ്. ഓക്കെ,
അപ്പൊ നമ്മള് ആറ്റത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ആറ്റം അങ്ങനെ ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? ആ ഇലക്ട്രോൺ അങ്ങനെ റിവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇലക്ട്രോൺ എപ്പോഴെങ്കിലും അതിന്റെ മോഷൻ നിർത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇലക്ട്രോൺ അവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഞാൻ ഇനി കറങ്ങില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? എന്തുണ്ടാവുക? ഇലക്ട്രോൺ നമ്മള് ഇടയ്ക്ക് മലയാളികൾ ചെയ്യണ പോലെ ബന്ധോ ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഞാൻ ഇനി ഓടില്ല, ഞാൻ അവിടെ അനങ്ങാണ്ട് നിൽക്കും എന്ന് പറഞ്ഞ് എല്ലാ ഇലക്ട്രോൺസും തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ സംഭവിക്കില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇലക്ട്രോൺസ് എല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ഇല്ല, ഈ യൂണിവേഴ്സ് ഇല്ല. കാരണം ആറ്റംസ് തന്നെ നിൽക്കില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. ഈ ഇലക്ട്രോൺ അപ്പോൾ അത് കൊളാപ്സ് ചെയ്യും, ന്യൂക്ലിയസിലേക്ക് കൊളാപ്സ് ചെയ്തിട്ട് അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ ഒരുവിധം നല്ല സ്പീഡിൽ ചുറ്റും കറങ്ങുന്നതുകൊണ്ടാണ് ആറ്റം അതുപോലെ നിൽക്കുന്നത്. ഇനി നിങ്ങൾ അതിനുശേഷം ഇനി ഇതിന്റെ ഒരു വലിയൊരു മോഡൽ എടുക്കുക, സോളാർ സിസ്റ്റത്തിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു വലിയൊരു അത്ഭുതമാണ് കേട്ടോ. നിങ്ങൾ യൂണിവേഴ്സിലെ ഫിസിക്സിലെ പല സംഗതികളും പഠിച്ചു കഴിഞ്ഞാൽ കോസ്മോളജി, അതായത് യൂണിവേഴ്സിന്റെ ഹിസ്റ്ററി, അതുപോലെ ആസ്ട്രോഫിസിക്സ്, സ്റ്റാർസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുക, സൂര്യനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക, അതുപോലെ എന്താ പറയുക ഗ്രാവിറ്റേഷൻ, ബ്ലാക്ക് ഹോൾസ്, അല്ലെങ്കിൽ ഗ്രാവിറ്റീനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക. അങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഭൂമിയിൽ, ഈ കൊച്ചു ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഈ ചെറിയ മനുഷ്യൻ, ഒരു 5 അടി 6 അടി ഹൈറ്റ് ഉള്ള മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സാധാരണ വെറുതെ ഒരു മൃഗങ്ങൾ പോലെയല്ല, ബുദ്ധിയുള്ള മനുഷ്യൻ. മൃഗങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. നമ്മളിങ്ങനെ എപ്പോഴും നമ്മളെങ്ങനെയുണ്ടായി, ഇനി ഭാവി എന്താ സംഭവിക്കുക, ഫ്യൂച്ചറിൽ എന്തുണ്ടാവും, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇപ്പോഴത്തെ രീതിയിൽ ഉണ്ടായത്, അതെങ്ങനെ നിലനിൽക്കുന്നു, അതിലത്തെ പല കാര്യങ്ങളും നടക്കുന്നത്, മഴ പെയ്യണത് എങ്ങനെ, എല്ലാം നമ്മളിങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സയൻസുകാരുടെ ജോലി തന്നെ അതാണ്. എന്താണ്? ഈ നേച്ചറിൽ ഒരുപാട് ഹിഡൻ സീക്രട്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് റിവീൽ ചെയ്യണം. നിങ്ങൾക്കറിയാം, ഫിസിക്സിൽ നമ്മൾ ആദ്യം ന്യൂട്ടൺ ആണ് അതിന്റെ ഒരുപാട് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു എന്നൊക്കെ പറഞ്ഞ ഒരു കഥയുണ്ട്. അത് ശരിക്കും വീണിട്ടൊന്നുമില്ല, പക്ഷെ അത് ന്യൂട്ടൺ ആണ് ആദ്യമായിട്ട് എന്തുകൊണ്ട് ഈ ആപ്പിൾ താഴേക്ക് എന്താ മുകളിലേക്ക് പോകാത്തതെന്നൊക്കെ ആലോചിച്ചത്. അപ്പൊ അങ്ങനെ ഓരോ ആളുകളും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ട് നമ്മൾ ഈ പ്രകൃതിയിലുള്ള രഹസ്യങ്ങൾ കണ്ടെത്തലാണ് നമ്മുടെ ജോലി. അപ്പൊ അതറിയാനുള്ള ആകാംക്ഷ നമുക്ക് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ടു നോ. സയൻസ് എന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വേണ്ട ഗുണം എന്താണ്? നമ്മൾ ഈ നമ്മുടെ ചുറ്റുമുള്ള നേച്ചറിനെ, പ്രകൃതിയെ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം. ഇപ്പൊ ഒരു മിമിക്രി ചെയ്യണമെങ്കിൽ എന്ത് വേണം? മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ? മിമിക്രി ചെയ്യണമെങ്കിൽ അയാള് ഈ മറ്റേ ആളുടെ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യണേ അയാളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യണം, ഫൈൻ ഒബ്സർവേഷൻ നടത്തണം, അയാളുടെ ചെറിയ മൂവ്മെന്റ്സ് പോലും ഒബ്സർവ് ചെയ്യണം. അങ്ങനെ നന്നായിട്ട് വേറൊരാളെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്ക് മിമിക്രി ആർട്ടിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് നേച്ചറിനെയാണ്. നമ്മുടെ നേച്ചറിനെ, അല്ലെങ്കിൽ നാച്ചുറൽ ഫെനോമിന, നേച്ചറിൽ നടക്കുന്ന ഒരുപാട് ഫെനോമിന. ഇപ്പൊ നമ്മൾ ആകാശത്ത് മഴവില്ല് കണ്ടു, അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോണ ആള് സയൻസ് പഠിക്കാൻ യോഗ്യനല്ല. മനസ്സിലായില്ലേ? നേച്ചറിലുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അത് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിലും ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും ഏത് സയൻസ് പഠിക്കുകയാണെങ്കിലും നമ്മൾ നേച്ചറിനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. മഴ പെയ്യുന്നു, നിങ്ങൾക്കൊരു അത്ഭുതമില്ല, നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ യോഗ്യരല്ല. ഒരു ചെടി വളർന്ന് വലുതാവണു, അല്ലെങ്കിൽ അത് പലതരം ഫ്രൂട്ട്സ് തരണു, അത് അതിന്റെ ചെടി അതിന്റെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും മുളച്ചു വരണു, ഇതൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളാണ്. അപ്പൊ നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മുറിവ് ഉണ്ടാവണം, ഒരു ചെറിയ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ ഹീൽ ചെയ്യണം. എന്തൊരു വലിയ മെക്കാനിസം നോക്കിയാൽ. വലിയ മുറിവൊക്കെ ആണെങ്കിലാണ് നമ്മൾ മരുന്ന് ഇതൊക്കെ വെച്ച് കെട്ടണ്ടേ. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ അത് ഈ നേച്ചർ തന്നെ ഒരു മുറിവുണ്ടായി, ആദ്യം ആ മുറിവിനെ ഉണക്കും,
അപ്പൊ അവിടെ ഒരു ചെറിയ പാട് വരും. പിന്നെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പാട് പോയിട്ട് അത് പാച്ച് ചെയ്ത് നമ്മുടെ പഴയ കളർ പോലെ ആക്കും. അല്ലേ? എന്തൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയിലൊക്കെ. അങ്ങനെ നമ്മളങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടേഴ്സ് ആണ് നമ്മുടെ ചുറ്റും. ആ വണ്ടേഴ്സ് ഒബ്സർവ് ചെയ്യാനും ഉള്ള കഴിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. അല്ലാതെ ഇതിലൊന്നും ഒരു അത്ഭുതമില്ല, ഇതൊക്കെ എന്താ സംഭവം, ഞാനിത് തന്നെ ജനിക്കുമ്പോൾ തൊട്ട് എല്ലാം കാണുന്നതാണ്, അതിലൊന്നും ഒരു അത്ഭുതം ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയൻസ് പഠിച്ച് ഹയർ ലെവലിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു തേഴ്സ്റ്റ് ഉണ്ടാവില്ലേ, നോളജിനുള്ള ഒരു തേഴ്സ്റ്റ് വേണം എപ്പോഴും. ഒരുപാട് കാര്യങ്ങൾ അറിയാനും നമ്മുടെ ആദ്യം വേണ്ടത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതൊക്കെ നമ്മൾക്ക് ഇപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. നമ്മുടെ നിയറസ്റ്റ് നൈബർഹുഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുക, പിന്നെ അകലെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഞങ്ങൾ ഫിസിക്സുകാർ അങ്ങനെയൊക്കെയാണ്. നമ്മൾ എർത്തൊക്കെ വിട്ടിട്ട് ടെലസ്കോപ്പൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി നമ്മൾ അകലേക്ക് നോക്കി, വീണ്ടും അവിടെയുള്ള കണ്ടുപിടിച്ചു, പിന്നെ അതിന്റെ അപ്പുറമുള്ള കണ്ടുപിടിച്ചു, പിന്നെ അതിന്റെ അപ്പുറം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡീപ്പായിട്ടുള്ള ഒബ്ജക്ട്സിനെയൊക്കെ എങ്ങനെ സെർച്ച് ചെയ്യാം, എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ ഒരുപാട് ഡീപ്പ് സ്കൈ സർവേസ് ഒക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. അതൊക്കെ നമ്മുടെ ഈ നേച്ചറിനെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ള, അല്ലെങ്കിൽ നേച്ചറിന്റെ സീക്രട്സ് മനസ്സിലാക്കുക എന്നുള്ള അറ്റംപ്റ്റിലാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ആറ്റംസിൽ നോക്കുമ്പോൾ ആറ്റം അതുപോലെ അങ്ങനെ നിൽക്കാൻ, ആറ്റമായിട്ട് നിൽക്കാൻ കാരണം ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. ഇലക്ട്രോൺ നിന്ന് കഴിഞ്ഞാൽ ആറ്റം ഇല്ല. ആറ്റം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലോകമില്ല, യൂണിവേഴ്സ് ഇല്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ. സോളാർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അറിയാം, സണ്ണാണ് സെന്ററിൽ, നമ്മൾ എർത്തൊക്കെ അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുകയാണെന്ന് അറിയാം. അല്ലേ? എർത്ത് പോകുന്ന സ്പീഡൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്നാനിയ ഒന്ന് മൈക്ക് കട്ട് ചെയ്യും. സ്നാനിയ മൈക്ക് ഓക്കെ. അപ്പൊ എർത്ത് നമ്മുടെ നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവരും ഞെട്ടണം. കാരണം നമ്മൾ വിചാരിക്കുന്നത് എർത്ത് അനങ്ങാണ്ടിരിക്കാന്നാ അല്ലെ. എർത്ത് ശരിക്കും ഒരു ക്രിക്കറ്റ് പന്ത് എയറിൽ കൂടെ പോകുന്ന പോലെ ഇങ്ങനെ സ്പേസിൽ കൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞാൻ വെറുതെ കറങ്ങാന്നൊന്നും പറയില്ല. എർത്ത് ഇങ്ങനെ എന്താ പറയാ, പരാക്രമം അടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കൊല്ലം കൊണ്ട് എവിടെ എത്തണം ആൾക്ക്? എർത്തിന് ഒരു കൊല്ലം കൊണ്ട് എവിടെ എത്തണം? തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തണം, വേണ്ടേ? ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ കൃത്യം ഒരു കൊല്ലം കഴിയുമ്പോൾ അവൻ അവിടെ തന്നെ തിരിച്ച് സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങി എത്തണം. അതത്ര എളുപ്പമാണോ? അങ്ങനെ കറങ്ങി എത്തണമെങ്കിൽ എർത്തിന് എത്ര സ്പീഡിൽ പോകണമെന്നാ നിങ്ങളുടെ ധാരണ? സ്പേസിൽ കൂടെ ആരെങ്കിലും പറയോ? ഒരു കൊല്ലം കൊണ്ട് ഓടി എത്തണമെങ്കിൽ എത്ര സ്പീഡിൽ ഓടണം എർത്ത്? ഒരു ക്രിക്കറ്റ് പന്ത് എയറിലൂടെ പോകുന്ന പോലെ നമ്മുടെ എർത്തും അതിന്റെ എല്ലാ സംഭവങ്ങളും, അതിന്റെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറും എല്ലാ എയറും എല്ലാം അടക്കം ഇങ്ങനെ സ്പേസിൽ കൂടെ ഇങ്ങനെ പായാണ്. എന്തുകൊണ്ടാണ് ഞാൻ പായ എന്ന് പറയുന്നത്? കാരണം അത്ര സ്പീഡിലാണ് ഇത് പോണേ. ആരാ പറയാ എത്ര സ്പീഡിലാണ് പോണേന്ന്? എർത്തിന്റെ സ്പേസിലെ സ്പീഡ് പറ. ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. ആരാ പറയാ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ. ഞാൻ പറയാം, പെട്ടെന്ന് പറയാം, സമയം കളയണ്ട. നിങ്ങൾക്ക് അറിയണമെന്നില്ല, കാരണം നിങ്ങൾ ഫിസിക്സ് മേജർ സ്റ്റുഡൻസ് അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അത് അറിയണമെന്നില്ല. എന്നാലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോവാം. സാർ, ഈ ഡാർക്ക് സ്പേസിലൊക്കെ പോലെ മുന്നത്തെ കാലത്തോട്ടും പിന്നത്തെ കാലത്തോട്ടും ഒക്കെ ട്രാവൽ ചെയ്യാം, അതല്ലേ? അതല്ല, അതൊക്കെ ഞാൻ ഇനി പിന്നീട് റിലേറ്റിവിറ്റി വരുമ്പോഴൊക്കെ പറയാം കേട്ടോ. അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്. ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ഫിസിക്സ് ആണ്. നിങ്ങൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എർത്ത്, നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാന്ന് അറിയാലോ. ആ പോകുന്ന സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചേ? എത്രയാണ്? ആരും പറയുന്നില്ല. അപ്പൊ ഞാൻ തന്നെ പറയാന്നാ. ആരാ പറയാ?
നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം എർത്ത് എത്ര സ്പീഡിലാണ് പോണേന്ന്. നിങ്ങൾക്കറിയാം നമ്മുടെ എർത്ത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് പോണേന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, പഠിച്ചിട്ടുണ്ടാവും. സൺ അറ്റ് വൺ ഓഫ് ദി ഫോസൈ, ഒരു രണ്ട് എലിപ്സിന് രണ്ട് ഫോസൈ ഉണ്ട്, ഇവിടെ ഉണ്ട് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, രണ്ട് ഫോക്കസ് ഉണ്ട്. അപ്പൊ അതിലൊരു ഫോക്കസിലാണ് സൺ ഉള്ളത്. എർത്ത് അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വലിയ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ സ്പീഡാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ എത്തണം. 365 ദിവസം കൊണ്ട് 365.25 ഡേയ്സ് കൊണ്ട് ആള് ഇവിടെ തിരിച്ചെത്തണം. ശരിയല്ലേ? അങ്ങനെ പോണെങ്കിൽ ഒരു ആവറേജ് സ്പീഡ്, എർത്തിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 25 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പോവും. പിടികിട്ടിയ? ഒരു സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് അറിയാം എത്രയാ? ടിക്, ഒരു സെക്കൻഡായി. ഒരു സെക്കൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? ടിക് ടിക്, ഒരു സെക്കൻഡ് കഴിഞ്ഞു. ആ സമയം കൊണ്ട് എർത്ത് എത്ര ദൂരം പോവും? സ്പേസിൽ കൂടെ 25 കിലോമീറ്റർ പോവും ഏകദേശം. അത് പക്ഷെ വാരിയിങ് ആണ്, കാരണം നമുക്കറിയാം ഈ സൂര്യന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ സൂര്യനിലേക്ക് വീഴും. അകലെ കൂടെ പോകുമ്പോൾ ഇച്ചിരി പതുക്കെ പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഒരു 20-ന്റെ 30-ന്റെ ഒക്കെ ഇടയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആവറേജ് പറഞ്ഞത്. ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകും, 30-ലൊക്കെ പോകും. ഇവിടെ എത്തുമ്പോൾ 20-ലൊക്കെ പോകുള്ളൂ. പക്ഷെ ആവറേജ് ഒരു 25-22 കിലോമീറ്റർ പെർ അവറിലൊക്കെ പെർ സെക്കൻഡിലാണ് എർത്ത് സ്പേസിൽ കൂടെ പോണത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഇരിങ്ങാലക്കുട തൃശ്ശൂർ ദൂരം എത്രയാ? ഏകദേശം 20-22 കിലോമീറ്റർ ആണ് അല്ലെ? ഇരിങ്ങാലക്കുട തൃശ്ശൂർ ദൂരം 22 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ ചാലക്കുടിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് 15 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ബസ്സിനോ കാറിനൊക്കെ വരികയാണെങ്കിൽ എത്ര സമയം പിടിക്കും? ബൈക്കിനൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറോ ഒക്കെ എടുക്കും. ഏകദേശം അരമണിക്കൂർ. 60 മിനിറ്റ്സ് എന്ന് വെച്ചാൽ 30 മിനിറ്റ്സ് എന്ന് വെച്ചാൽ 30 × 60 അത്രയും സെക്കൻഡ്സ് വരും. പക്ഷെ എർത്തിന് ആ ദൂരം എത്ര സമയം കൊണ്ട് ട്രാവൽ ചെയ്യും? ഒരു സെക്കൻഡ് കൊണ്ട് യാത്ര ചെയ്യും. ടിക് ടിക്, ഇരിങ്ങാലക്കുട നിന്ന് തൃശ്ശൂർന്ന് ഇരിങ്ങാലക്കുട എത്തി. അതുപോലെ അടുത്ത ടിക് കൊടുങ്ങല്ലൂരും കടന്ന് അപ്പുറം പറവൂര് ഭാഗത്തെത്തി. ഒരു സെക്കൻഡില് അത്രയും സ്പീഡിലാണ് എർത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പേടിയാവും. ഈ എർത്തിന്റെ ചുറ്റും 3/2 ഭാഗവും വെള്ളമാണ്, 1/3 ഭാഗം മാത്രമാണ് കരയുള്ളൂ, ലാൻഡ് ഉള്ളൂ. അവിടെയാണ് നമ്മള് മനുഷ്യന്മാരൊക്കെ ജീവിക്കണം. അവിടെയാണ് 1/3 ഭാഗത്താണ്. അവിടെ എല്ലായിടത്തും അല്ല, പോളാർ റീജിയനിലൊക്കെ ഒഴിച്ചിട്ട് ബാക്കി ഉള്ള സ്ഥലത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. ബാക്കി 1/2 ഭാഗവും വെള്ളമാണ്. പിന്നെ എർത്തിന്റെ ചുറ്റും വലിയ അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എയർ ഉണ്ട്, അതിൽ പല ഓസോൺ ലെയർ ഒക്കെ ഉണ്ട്, പല ലെയേഴ്സ് ഒക്കെ ഉണ്ട്, എയർ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്കറിയാം. സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെയൊക്കെ പല ലെയർ ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ പോണത് ഈ സ്പീഡിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവില്ലേ ആലോചിച്ച് കഴിഞ്ഞാൽ? ബസ് തന്നെ 100 കിലോമീറ്റർ പെർ അവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും അല്ലെ? അപ്പൊ എർത്തിന്റെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സെക്കൻഡിൽ 25 കിലോമീറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സോളാർ സിസ്റ്റം ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ എർത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ഇതുപോലെയൊക്കെ ഉണ്ടാവാൻ കാരണം ഈ സോളാർ സിസ്റ്റത്തിലുള്ള മോഷൻ ആണ്. ഇനി നമ്മൾ സോളാർ സിസ്റ്റം കഴിഞ്ഞിട്ട് അടുത്ത വലിയ സിസ്റ്റത്തിലേക്ക്, ഗാലക്സി, സണ്ണ് റെസ്റ്റിലാണോ? അല്ല, സണ്ണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സണ്ണിന് ഒരു പാത്ത് ഉണ്ട് മൂവ് ചെയ്യാനായിട്ട്. അതുപോലെ വേറെ എല്ലാ സ്റ്റാർസും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും റെസ്റ്റിലില്ല. മനസ്സിലായല്ലോ? അപ്പൊ മൊത്തം ഈ യൂണിവേഴ്സിലെ ഇലക്ട്രോൺ തൊട്ടിട്ട് എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സ് ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യണത്. അതുകൊണ്ടാണ്. അപ്പൊ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺ എന്താ? മോഷൻ, മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ ആണ് നമ്മൾ എല്ലായിടത്തും നോക്കിയാലും
കാണാം. അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ കാരണം മോഷൻ ആണ്. നിങ്ങൾ കെമിസ്ട്രിക്കാർ പറയും ആറ്റംസ് തമ്മിലുള്ള ബോണ്ടാണ്, അല്ലെങ്കിൽ ആ മോളിക്കുലർ സ്ട്രക്ചർ ആണ്, മോളിക്യൂളിന്റെ പല ബിഹേവിയർ ആണ് എന്നൊക്കെ പറയും. ശരിയാണ്, അതിലൊക്കെ ശരിയുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒരു വലിയ സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മോളിക്യൂൾസിന്റെ ഇടയിലും മോഷൻ ഉണ്ട്. മോളിക്യൂൾസും വൈബ്രേറ്റ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യണൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മോഷൻ തന്നെയാണ്. ചൂടാക്കി കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഒക്കെ ഉടനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ വേറെ മൈക്രോവേവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം അവിടെയൊക്കെ റൊട്ടേഷൻ ആയാലും ലീനിയർ മോഷൻ ആയാലും എല്ലാം മോഷൻ തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ ഫിസിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ സംഭവം, ഇതാണ് മോഷൻ. ഈ മോഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്? മെക്കാനിക്സ്. ആ മെക്കാനിക്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇത്ര ഇമ്പോർട്ടന്റ് ആവണത്. കാരണം യൂണിവേഴ്സ് ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ കാരണം മോഷൻ ആണ്, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ആരും ആയിക്കോട്ടെ, മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് ഇല്ലെങ്കിൽ യൂണിവേഴ്സ് ഇല്ല, നമ്മളില്ല. ഈ ലോകം, ഈ യൂണിവേഴ്സ് ഇതുപോലെ നിലനിൽക്കില്ല. അപ്പൊ അതാണ് മെക്കാനിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ക്ലിയർ ആയില്ലേ? ഇനി ഈ മോഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മോഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എർത്ത് മൂവ് ചെയ്യാണോ എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഈ എർത്ത് മൂവ് ചെയ്യുന്നുണ്ടോ? നമ്മൾ എർത്തിന്റെ കൂടെ ഇരിക്കുന്ന കാരണം നമുക്ക് എർത്ത് മൂവ് ചെയ്യണതായിട്ട് ഫീൽ ചെയ്യില്ല. എർത്ത് സംഗതി 25 km/s പോകുന്നുണ്ടെങ്കിൽ സ്പേസിൽ കൂടെ ഇങ്ങനെ പാഞ്ഞു പോവാണ്. ഒരു ക്രിക്കറ്റ് ബോൾ പോണതിലൊക്കെ ഭയങ്കര സ്പീഡിൽ പോണേ. ഒരു സെക്കൻഡിൽ 25 km ആവറേജ് സ്പീഡിൽ എർത്ത് ഇങ്ങനെ സ്പേസിൽ കൂടെ പായുന്ന എർത്തിനെ നമ്മൾ പറയാണ്. പിന്നെ അതിന് എർത്തിന് വേറെയും മോഷൻ ഉണ്ട് കേട്ടോ. ഡേ ഉണ്ടാവുന്ന മോഷൻ ഉണ്ട്, സ്പിൻ മോഷൻ. 24 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കറങ്ങി എത്തണം. അതും ഒരുവിധം നല്ല സ്പീഡിൽ തന്നെ നമ്മൾ തിരിയണേ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങി ഒരു പ്രാവശ്യം തിരിഞ്ഞ സ്ഥലത്ത് തന്നെ എത്തണമെങ്കിൽ എത്ര സ്പീഡിലാണ് തിരിയണേന്ന്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതൊരു ചെറിയൊരു അസൈൻമെന്റ് ആയിട്ട് തരാം. നിങ്ങൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ആരെങ്കിലും ഒരാളിട്ടാലും മതി. എർത്തിന്റെ റേഡിയസ് ഏകദേശം ഞാൻ പറയാം 6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ്. അപ്പൊ എർത്തിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr. ഓക്കെ. നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 ഡേ ആണ്. ടൈം 1 ഡേ. അഥവാ അതിനെ സെക്കൻഡിലാക്കുക. ഇതിനെയൊക്കെ കിലോമീറ്ററിലാക്കിയാലും മതി, മീറ്റർ ആക്കണമെന്നില്ല. മൊത്തം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇതാണ്. 2πr ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്നത് 1 ഡേ കൊണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്പീഡ് കണ്ടുപിടിക്കാം എർത്തിന്റെ. നമ്മൾ എത്ര സ്പീഡിലാണ് തിരിയണേന്ന് മനസ്സിലാക്കാം. സ്ട്രെയിറ്റ് ലൈൻ പോണതല്ല കേട്ടോ, സൂര്യന് ചുറ്റും പോണതല്ല, ആക്സിസിൽ സ്പിൻ ചെയ്യുന്ന സ്പീഡ് നമുക്ക് കണക്കാക്കാം. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കും നിങ്ങൾ ആരെങ്കിലും, എത്ര സ്പീഡിലാണ് പോണേന്ന്. എന്നിട്ട് നമ്മൾ എർത്തിലിരുന്ന് പണ്ടത്തെ മനുഷ്യർ പറഞ്ഞ എർത്ത് അനങ്ങാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ കാണാം. അന്നത്തെ ആൾക്കാർ പറഞ്ഞത് എർത്ത് അനങ്ങാണ്ട് നിൽക്കാണ്, എർത്തിന്റെ ചുറ്റുമാണ് എല്ലാവരും കിടന്ന് കറങ്ങണേന്നാണ് അന്ന് പറഞ്ഞത് തുടക്കത്തിലൊക്കെ. ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത്, അതായത് ഗലീലിയോ ടെലസ്കോപ്പ് വെച്ച് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് സയന്റിഫിക്കലി പറയാൻ പറ്റിയത് എർത്തല്ല കറങ്ങണത്, എർത്ത് റെസ്റ്റിലല്ല, മറ്റുള്ള സണ്ണാണ് റെസ്റ്റില്, സണ്ണിന്റെ ചുറ്റുമാണ് എർത്ത് കറങ്ങണേന്നൊക്കെ ആദ്യം മനസ്സിലായത് ഈ ടെലസ്കോപ്പൊക്കെ വെച്ച് മുകളിലേക്ക് നോക്കിയപ്പോഴാണ്. അപ്പൊ നിങ്ങളോടുള്ള ആദ്യത്തെ നമുക്ക് പഠിക്കേണ്ട ഐഡിയ ഇതാണ്. ഈ മോഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് റിലേറ്റീവ് ആണ്. അത് എന്താ പറയാ, അബ്സല്യൂട്ട് അല്ല.
എന്ന് വെച്ചാൽ ഇപ്പൊ ആരാണിത് നോക്കണേന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ്. ആരാണിത് പറയണേ? ഇപ്പൊ നമുക്ക് എർത്ത് മൂവ് ചെയ്യണതായിട്ട് കാണണമെങ്കിൽ എർത്തിൽ ഇരുന്നാൽ പറ്റൂല. എർത്തിൽ ഇരിക്കുന്ന ആള് നിങ്ങൾ എത്ര പറഞ്ഞാലും എർത്ത് മൂവ് ചെയ്യണില്ല എന്ന് തന്നെ പറയുള്ളൂ. നിങ്ങൾ പഠിപ്പില്ലാത്ത ആൾക്കാരോട് പറഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ അധികം ആലോചിക്കാത്ത ആൾക്കാരോട് പറഞ്ഞാൽ അവർ പറയും എർത്തൊന്നും മൂവ് ചെയ്യണില്ല, എവിടെ ഞാൻ ഇവിടെ നിൽക്കണു, നാളെ കുറച്ച് സമയം കഴിയുമ്പോഴും ഞാൻ ഇവിടെ തന്നെ നിൽക്കണു, എവിടെ എർത്ത് മൂവ് ചെയ്യണേ ചോദിക്കും. മനസ്സിലായില്ല? അപ്പൊ എർത്തിന്റെ മൂവ്മെന്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തിറങ്ങി നിൽക്കണം. മൂണിലോ അല്ലെങ്കിൽ അടുത്തുള്ള മാഴ്സിലോ അല്ലെങ്കിൽ സണ്ണിലോ ഒക്കെ പോയി നിൽക്കണം. അപ്പോഴാണ് നമുക്ക് എർത്ത് ഇങ്ങനെ ചുറ്റും കറങ്ങണമായിട്ട് തോന്നാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഐഡിയ. മോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റിലേറ്റീവ് കൺസെപ്റ്റ് ആണ്. അതുപോലെ ഇപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം പറയാണ്. ഞാൻ പറയാണ് എർത്ത് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ അതും റെസ്റ്റ് എന്ന് പറഞ്ഞാലും റിലേറ്റീവ് ആണ്. ഇപ്പൊ ഞാൻ പറയണു എർത്ത് റെസ്റ്റിലാണെന്ന്. ശരി, നമ്മളൊക്കെ എർത്ത് റെസ്റ്റിലല്ലേ? പക്ഷെ പുറത്തിറങ്ങി നോക്കിയാൽ കാണാം നമ്മൾ മൂവ് ചെയ്യണതായിട്ട് കാണാം. അപ്പൊ ആദ്യത്തെ ഐഡിയ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഐഡിയ ഇതാണ്. ഈ മോഷൻ എന്ന് പറഞ്ഞാലും റെസ്റ്റ് എന്ന് പറഞ്ഞാലും റിലേറ്റീവ് ആണ്. ഒരാള് മോഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് അത് വേണമെങ്കിൽ റെസ്റ്റിലാവാം. അതുപോലെ നേരെ തിരിച്ചും ഒരാൾ റെസ്റ്റിലാന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് അത് മോഷൻ ആവാം. സത്യത്തില് അബ്സല്യൂട്ട് റെസ്റ്റും അബ്സല്യൂട്ട് മോഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എല്ലാം റിലേറ്റീവ് ആണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. രണ്ട് ട്രെയിൻ പാരലായിട്ട് പോവാന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ പോണു, ഒരു ട്രാക്കിൽ കൂടെ പോണു. ഓക്കെ, ഇതിന് പാരലായിട്ട് വേറൊരു ട്രെയിൻ അതേ പാരലൽ ട്രാക്കിൽ കൂടെ അങ്ങനെ പോണു. രണ്ട് ട്രെയിൻ പാരലൽ ട്രാക്കിൽ കൂടെ ഒരേ ഡയറക്ഷനിൽ പോവാണ്. രണ്ട് ട്രെയിനും മൂവ് ചെയ്യാണ്. പക്ഷെ ഇവിടെ ഒരാളിരിക്കണു, ഇവിടെ ഒരാളിരിക്കണു, ഇവിടെ ഒരാളെ ഇയാളെ കാണുന്നു, മറ്റേ ട്രെയിനിലത്തെ ആളെ കാണുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാള് നോക്കുമ്പോഴും ഇയാൾ ഇവിടെ തന്നെയുണ്ട്. എത്ര സമയം കഴിഞ്ഞ് രണ്ടുപേരും ഒരേ സ്പീഡിൽ പോണേന്ന് ചോദിക്കാം. രണ്ട് ട്രെയിനും ഒരേ സ്പീഡിൽ ഒരു പാരലൽ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലെ? നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ മരങ്ങളൊക്കെ പുറകിലേക്ക് ഓടാൻ തോന്നും ചെറിയ കുട്ടിയായിരിക്കുമ്പോ. പിന്നെ നമ്മുടെ ബ്രെയിൻ പതുക്കെ ഇങ്ങനെ ലേൺ ചെയ്യും. അല്ല, മരമല്ല പോണത്, ഞാനാണ് മൂവ് ചെയ്യണേന്ന് പഠിക്കും. ബ്രെയിൻ അങ്ങനെ ട്യൂൺഡ്. അങ്ങനെ ബ്രെയിൻ ട്യൂൺഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ എപ്പോഴും നമുക്ക് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിയാ, ഞാനാണ് പോണത്, മരങ്ങൾ മൂവ് ചെയ്യില്ല എന്നൊക്കെ മനസ്സിലാവും. ഇത് തന്നെ നമുക്ക് പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇപ്പൊ പുറത്തേക്ക്, അതായത് നിങ്ങൾ ട്രെയിനിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്റ്റേഷനിലൊക്കെ നിർത്തിയിട്ട് കഴിയുമ്പോൾ ചിലപ്പോ നമ്മുടെ ട്രെയിൻ മറ്റേ ട്രെയിൻ പോവായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ മൂവ് ചെയ്യണേ. അങ്ങനെ തോന്നാറുണ്ട് ഇപ്പോഴും നമുക്ക്. കാരണം നമുക്ക് ഇതിന്റെ സറൗണ്ടിങ്സ് ആയിട്ട് വലിയ വ്യൂ ഇല്ലെങ്കിൽ, സറൗണ്ടിങ്സ് ആയിട്ട് ട്രെയിനിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ട്രെയിനിലേക്ക് നോക്കുകയാണ്. അപ്പൊ ആ ട്രെയിൻ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളാ മൂവ് ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ നമ്മുടെ കൺസെപ്റ്റ് ഇതാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ട്രെയിൻ പാരലലായിട്ട് ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഈ ഒബ്സർവറെ സംബന്ധിച്ച് ഈ ഒബ്സർവർ റെസ്റ്റിലാണ്, പക്ഷെ രണ്ടുപേരും മൂവ് ചെയ്യാണ്. അപ്പൊ പുറത്ത് ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഇതൊരു പ്ലാറ്റ്ഫോമാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. സോറി, ഞാൻ ഇവിടെ ഇയാളുടെ ശരീരം ഇപ്പുറത്തേക്ക് വരച്ചു, ഇവിടേക്ക് വരച്ചു, അങ്ങോട്ട് വരയ്ക്കാം. ഇത് പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇയാളാണ് ഒബ്സർവർ എങ്കിൽ ഇയാളെ സംബന്ധിച്ച് ഈ ഒബ്സർവർ മറ്റേ ട്രെയിൻ റെസ്റ്റിലാണ്.
ഫസ്റ്റ് പോലെ തന്നെ എല്ലാം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു സാധനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് മേടിക്കാം. സെയിം ഇഫക്റ്റ് ആണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് കപ്പലണ്ടി ഇയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് മേടിച്ചെടുത്ത് ഇയാൾക്ക് മേടിച്ചെടുത്ത് തിന്നാം. രണ്ടും ഒരേ സ്പീഡിലാണെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് അവിടെയാണ് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ് വരുന്നത്. എവിടെ നിന്ന് നിങ്ങൾ ഒരു ഈവന്റ് ഒബ്സർവ് ചെയ്യണു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ഐഡിയ മാറും. അപ്പൊ നിങ്ങൾ പറയും ഈ 2 ബോഡി മൂവ് ചെയ്യാന്ന് പറയും, 2 ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയും. നിങ്ങൾ ഈ ഇവിടെയാണ് ഈ ആദ്യത്തെ ട്രെയിനിലാണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ നിങ്ങൾ പറയും മറ്റേ ട്രെയിൻ അറ്റ് റെസ്റ്റിലാണെന്ന് പറയും. അപ്പൊ ഇവിടെ ഇയാൾ പറയും പ്ലാറ്റ്ഫോം ആണ് മൂവ് ചെയ്യണമെന്ന് പറയും. ഇയാളെ സംബന്ധിച്ചിട്ട് ഈ ഫ്രെയിം ട്രെയിനിലാണെങ്കിൽ അയാളുടെ കമന്റ് എന്താന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ദേ പുറകിലേക്ക് പോണു എന്ന് പറയും. അയാൾ ഞാൻ മുമ്പിലേക്ക് പോണു എന്നല്ല അയാൾ പറയാം, ഞാൻ റെസ്റ്റിലാണ്, പ്ലാറ്റ്ഫോം ദേ പിന്നാക്കം പോണു എന്ന് പറയും. അപ്പൊ അവിടെയാണ് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ് വരുന്നത്, ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു റെസ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനും ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, നമ്മളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതൊക്കെ ആകെ കൺഫ്യൂഷൻ ആവും. ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ ഫ്രെയിമിനെ സംബന്ധിച്ച് ഇയാൾ റെസ്റ്റിലാണെന്നോ മോഷനിലാണെന്നോ, വേറൊരു ഫ്രെയിമിനെ സംബന്ധിച്ച് റെസ്റ്റിലാണെന്നോ മോഷനിലാണെന്നോ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയാൻ പോവാണ്. 40 മിനിറ്റ് ആയി, അല്ല സോറി 40 സെക്കൻഡ് അതിന് ബാക്കിയുള്ളൂ. അപ്പോ ഞാൻ ഇത് ഇനിയിപ്പോ ഇന്ന് എടുക്കണില്ല. അപ്പൊ നിങ്ങൾ ഈ കൺസെപ്റ്റുകൾ ഒന്ന് കൂടുതൽ ആലോചിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനും റെസ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനും നമുക്ക് എന്ത് വേണം? ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതാണ് ഐഡിയ, ഈ ഐഡിയ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അതിൽ സംശയം വരാൻ പാടില്ല. സാധാരണ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സോ ഒക്കെ ഒരു ഫ്രെയിം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് ആ ഫ്രെയിമിനെ വിത്ത് റെസ്പെക്ട് ആയിട്ട് നമ്മളൊരു ബോഡി മൂവ് ചെയ്യാണോ അതോ